ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചും സ്നേഹിക്കുമെന്നുള്ളൊരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി. നിങ്ങൾക്ക് 1000 സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതൊരു അത്ഭുതമല്ല. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതാണ് അത്ഭുതം. കാലം എന്നെങ്കിലും ഒരു നാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്. പ്രവർത്തിക്കുക. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് നിങ്ങൾ അവളുടെ എല്ലാമാണെന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയില്ല. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ ഒരു പാഠവും. അതിൽ കൂടുതൽ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും കരയരുത്. ദുർഘടമായ റോഡുകൾ പലപ്പോഴും മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. പുതിയ ആളുകളെ കണ്ടെത്തുമ്പോൾ എല്ലാവരും മാറുന്നു. ബധിരർക്ക് കേൾക്കാനും അന്ധർക്ക് കാണാനും കഴിയുന്ന ഭാഷയാണ് ദയ. എന്തെങ്കിലും മൂല്യമുള്ളത് എങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. സന്തോഷത്തിലേക്കുള്ള 5 പടികൾ: 1. കൂടുതൽ പുഞ്ചിരിക്കുക. 2. കുറച്ച് ചിന്തിക്കുക. 3. ഈ നിമിഷത്തിൽ ജീവിക്കുക. 4. കൂടുതൽ കൊടുക്കുക. 5. കുറവ് പ്രതീക്ഷിക്കുക. നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒരു നിയമത്തെ നിങ്ങൾ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് കള്ളം പറയരുത്. നിങ്ങളെ എപ്പോഴും സ്തുതിക്കുന്ന വ്യക്തിയെ സൂക്ഷിക്കുക. കാരണം അത്തരം വ്യക്തി വളരെ അപകടകാരിയാണ്. നിങ്ങൾ ഭൂതകാലത്തിലെ തടവുകാരനാകുന്നത് നിർത്തുക. നിങ്ങളുടെ ഭാവിയുടെ ശില്പിയാവുക. സന്തോഷമെന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല. വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പവഴി അത് പരിഹരിക്കുക എന്നതാണ്. താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഉത്കണ്ഠപ്പെടാൻ നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിക്കരുത്. വിശ്വസിക്കാൻ നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിക്കുക. ഭൂതകാലത്തെ മറക്കുക. ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഒരു ബുദ്ധിമാനായ പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയോട് അവൻ്റെ യഥാർത്ഥ വികാരങ്ങളും അക്കൗണ്ടിലെ ബാലൻസും പറയില്ല. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.